ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു അതെങ്ങനാന്ന് പറ. ഒരു സാധനം വെച്ചെടുത്ത് കാണത്തില്ല. ഇവൻ ഇതൊക്കെ എവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുവാണോ എന്തോ. നിങ്ങൾ ഇത് എന്തോന്ന് വെറുതെ തപ്പുവാ മനുഷ്യ. ഇനി അതൊക്കെ വലിച്ചു വാരിയിട്. നിങ്ങളുടെ ചെക്ക് ഷർട്ടാ നോക്കുന്നെങ്കിൽ അലമാരിയുടെ താഴത്തെ തട്ടിലിരിപ്പുണ്ട്. നിനക്ക് ഇതങ്ങ് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അല്ലെങ്കിൽ തന്നെ സമയം പോയി. അളിയൻ അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അരമണിക്കൂർ കൂടുതലായി. ഇനി എന്റെ മണ്ടയ്ക്ക് കയറിയിട്ട് ഒരു കാര്യമില്ല. പോത്ത് പോലെ കിടന്നുറങ്ങിയപ്പോ ആലോചിക്കണമായിരുന്നു. ഞാനും ഏട്ടനും എത്ര തവണ മാറി മാറി വിളിച്ചു, എന്നിട്ട് പോലെ ധൃതി. തൽക്കാലം എനിക്കിപ്പോ നിന്നോട് തർക്കിക്കാൻ ഒട്ടും ടൈമില്ല. ഇപ്പൊ ഇറങ്ങിയാലേ കറക്റ്റ് ടൈമിൽ എന്ന് ചെല്ലാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും കല്യാണം കൂടി സദ്യ കൊണ്ടിട്ട് അവരുടെ പാട്ടിന് പോകും. എങ്കിൽ വാചം അടിച്ച് നിൽക്കാതെ മാഷി ചെല്ലാൻ നോക്ക്. ഞങ്ങൾ ഇറങ്ങുവാ കേട്ടോ. പിന്നെ വൈകുന്നേരം അവന്മാർ ഏത്തക്കൊല എത്തിച്ചോളൂ. പൈസയുടെ കാര്യമെല്ലാം ചോദിച്ചാ ഞങ്ങൾ വരെ ലേറ്റ് ആകും. നാളെ സംസാരിക്കാന്ന് പറഞ്ഞേക്കും. കേട്ടു. സൂക്ഷിച്ചൊക്കെ പോയിട്ട് വാ. അവർ രണ്ടാളും എവിടെ പോയതാമ? അത് നമ്മുടെ കിഴക്കയിലെ ഉണ്ണികൃഷ്ണൻ തിരുമേനിയുടെ മൂത്ത മകന്റെ കല്യാണമാ. പെണ്ണിന്റെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരെയാ. ഏകദേശം 4 മണിക്കൂറത്തെ യാത്രയുണ്ടെന്നാ ഏട്ടൻ പറഞ്ഞേ. ആ ചെക്കന് അപ്പൂന്റെ പ്രായമല്ലേ ഏട്ടത്തി? അതെ, ഇവന്റെ പ്രായവാ. എന്താ അപ്പൂ, നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടായോ ഓരോ കല്യാണം? എല്ലാ വീട്ടിലെ പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടിട്ടാണല്ലോ ആങ്ങളമാര് കെട്ടാറ്. അതുകൊണ്ട് ഇവിടുത്തെ അവളുമാരെ ആദ്യം കെട്ടിച്ചു വിടും, എന്നിട്ട് മതി ബാക്കിയുള്ളവന്റെ കാര്യം. നമ്മള് കൊറേ പണിയെടുക്കേണ്ടി വരുമല്ലോടി. അപ്പൂന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഏട്ടത്തി. അത് ഉറപ്പല്ലേ? എന്നാലും അവനോട് നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം. അതിനൊരു സമയം ഒത്തു വരട്ടെ. നിനക്കെന്താ കണ്ണു കാണില്ലേ? അതെങ്ങനാന്ന് പറ. മോനത്തോട്ട് നോക്കിയല്ലേ നടക്കുന്നേ? ഞാൻ എങ്ങോട്ട് നോക്കി നടന്നാലും തനിക്ക് എന്താടോ? വന്നിടിച്ചിട്ടവള് പറയുന്ന കേട്ടില്ലേ? അഹങ്കാരി. ഇമാതിരി പേര് എന്നെ വിളിച്ചിട്ടത് പറഞ്ഞില്ലാന്ന് വേണ്ട. താനും വായി തുറന്ന് നടക്കുമല്ലായിരുന്നോ? ഞാൻ ഇടിക്കാൻ വന്നപ്പോ മാറി നടക്കണമായിരുന്നു. നോക്കി പേടിപ്പിക്കണ്ട. ഞാൻ അറിയാണ്ട് വന്ന് ഇടിച്ചതാ. സോറി. ഈ അമ്മയുടെ ഒരു അടുക്കിപ്പേർക്ക് കാരണം ബാക്കിയുള്ളവരുടെ സാധനം ഒന്നും വെച്ചെടുത്ത് കാണത്തില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ റൂമിൽ കയറി എന്റെ സാധനങ്ങൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുതെന്ന്. എന്നാലും ഇത് എവിടെ പോയി? ഞാൻ ഇനി ഇത് എവിടെ പോയി തപ്പും? ഇതാരാ? എവിടെ ആയിരുന്നു? 3-4 ദിവസമായല്ലോ കണ്ടിട്ട്. ടാറ്റാ പോയിരിക്കുവായിരുന്നോ? എവിടായിരുന്നടാ ചുപ്പു നീ? നിന്നെ കാണാൻ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയുമോ? ഒന്ന് മയക്കിലൊക്കെ തള്ളടി പെണ്ണെ. എന്നുവെച്ചാ എന്നെ കാണാഞ്ഞോണ്ട് നീ പട്ടിണി കിടക്കുമല്ലായിരുന്നോ? എന്റെ പൊന്നിങ്ങി വന്നേ, ചേച്ചി ഒന്ന് എടുക്കട്ടെ. ഇതാ ഞാൻ ഇവിടെ വരാത്തത്. ഇനി നോക്കിക്കോ, ഈ മഴ എന്നെ അവിടെ ഇവിടെ എല്ലാം പിടിച്ച് ഞെക്കി ഉമ്മ വെച്ച് എന്റെ മുഖം എല്ലാം വൃത്തികേടാക്കും. എന്റെ പഞ്ചാരക്കൂട്ടൻ, എന്റെ ചക്കര മാവ. ഇത് കൊള്ളാലോ. ഇത് എവിടുന്ന് വന്ന്? ഏതാ ഇവൻ?
ഇവൻ ഇരിക്കുന്ന ഇരിപ്പിൽ ഇങ്ങനെ ഒരു കറങ്ങിയടിക്കലുണ്ട്. എന്റെ ബലമായ സംശയം ഇവര് വല്ല ഭാര്യയും പിള്ളേരും ഒക്കെ ഉണ്ടെന്നാ. അമ്മു, നീ അവനിങ്ങി തന്നേ, ഞാനെന്നെ എടുക്കട്ടെ. അയ്യോ, അത് വേണ്ട കണ്ണേട്ടാ, അവൻ പരിചയമില്ലാത്തവരുടെ കയ്യിൽ ഇരിക്കില്ല. മര്യാദയ്ക്ക് അവന്റെ കയ്യിൽ കൊടുക്കടി എന്നെ, ഞാനൊന്നും ചെയ്യില്ല. ഇതെന്താ പൂച്ചയോ? കണ്ടിട്ടൊരു മത്തങ്ങ പോലെ ഉണ്ടല്ലോ. ഓ പിന്നെ, മത്തങ്ങ പോലിരിക്കുന്നവനെ ഞാൻ പിന്നെ എന്തോ പറയണം? അല്ലോടെ ശുക്കുടു, നിന്നെ ഞാൻ എന്ത് വിളിക്കണം? അല്ല, ഇതാരാ? എവിടായിരുന്നടാ നീ ഇത്ര ദിവസം? ഉഗാണ്ടയിലായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. തന്നോട് ഞാൻ ചോദിച്ചില്ല, ഞാൻ എന്റെ മോനോടാ ചോദിച്ചേ. എന്ത്? നിന്റെ മോനോ? ആ അതെ, എന്റെ മോനാ. എന്തേ? ഓ മതി മതി, നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തിക്കേ. ചുപ്പു, നിനക്ക് ഇവർ ആരൊക്കെയാണെന്ന് മനസ്സിലായോ? പിന്നെ അവന് മനസ്സിലാകാതിരിക്കുവോ? എന്റെ പേര് കാശിനാഥാണെന്നും ഇത് ആദിദേവാണെന്നും ഞങ്ങൾ യുഎസിലായിരുന്നെന്നും ഇപ്പൊ അവധിക്ക് നാട്ടിൽ വന്നതാണെന്നൊക്കെ അവന് മനസ്സിലായിട്ടുണ്ട്. ഓ, കൂടുതൽ അങ്ങ് കളിയാക്കണ്ട. ചുപ്പു, നീ ഇവരെ മൈൻഡാക്കാൻ പോകണ്ട കേട്ടോ. നീ പൊടി, ആരും എന്നെ വിളിച്ചാൽ ഞാൻ പോവും. അല്ല ചുപ്പു, നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു? അതെങ്ങനാന്ന് പറ. വീട്ടിലുള്ളവർ ആദ്യമൊന്നും നിനക്കറിയണ്ടല്ലോ. തോന്നുന്നത് പോലൊക്കെ അങ്ങ് പോയാ മതിയല്ലോ. കല്ലുചേച്ചി പറഞ്ഞ ശരിയാ, ഇവന് നമ്മളോട് ഒട്ടും സ്നേഹമില്ല. നമ്മൾ എത്ര സ്നേഹിച്ചാലും അവന് തോന്നിയതുപോലെ അവൻ പോകുന്നേ. ആ, ഇതൊക്കെ ഇനി എന്താ, ഇതൊക്കെ വയ്യേ. ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. അത് മനസ്സിൽ തോന്നേണ്ട കാര്യാണ്. ഇവനത് നമ്മളോടില്ല. നമ്മൾ എത്രയൊക്കെ സ്നേഹിച്ചെന്ന് പറഞ്ഞാലും അവനവന് ഇഷ്ടമുള്ളവരെയല്ലേ സ്നേഹിക്കും. ഓ എന്റെ കല്യാണി, നീ ഇങ്ങനെ ചമ്പിക്കൊള്ളുന്ന വർത്താനൊന്നും പറയല്ലേ പെണ്ണേ. നിനക്കൊക്കെ രണ്ടും എന്തടി പ്രാതാണോ? ഈ പൂജ എന്ന് പറയുന്ന സാധനം വീട്ടിലടങ്ങിയിരിക്കുന്നത് വല്ലതും ആണോ? നീയൊക്കെ രണ്ടും എത്ര ചേർത്ത് പിടിച്ചെന്ന് പറഞ്ഞാലും അത് അതിന്റെ വഴിക്ക് പോകും. അതിന്റെ ബുദ്ധി അത്രേ ഉള്ളൂ. നിനക്ക് വേറെ പണിയില്ല ചെക്ക. ഇവളുമാർക്ക് ഇതെല്ലാം പറഞ്ഞാൽ മനസ്സിലാവുമോ? അമ്മോ, നീ അവനെ കൊണ്ട് വാ, അവനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാം. ഓ ചെല്ല്, ആ ഗുണ്ടൂന് വയറ് നിറച്ചു കൊടുക്ക്. ഏട്ടന് വേറെ ഒരു പണിയില്ലേ? അവളുടെ വായിന്ന് നല്ലതൊന്നും വീഴില്ലെന്ന് അറിയാലോ. അത് സാരമില്ല, ഇതൊക്കെ ഒരു രസമല്ലേ. നീ വാ, നമുക്ക് പുറത്തൊന്ന് പോയിട്ട് വരാം. രുദ്ര, നീ ഒന്ന് അടങ്ങ്. നീ ആദ്യം പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വാ. എത്രയെന്ന് വെച്ചാ ഇവിടെ തന്നെ ഇരിക്കുന്നേ? അമ്മാവനാണെന്നൊന്നും ഞാൻ നോക്കൂല. എന്റെ കൈവാക്കിന്ന് എഴുന്നേറ്റ് പൊക്കൂ. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു പെണ്ണ് പോയെന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ നീ ഇവിടെ കുത്തിയിരിക്കാൻ പോവാണോ? ഇനി ഒരക്ഷരം വേണ്ടി പോവരുത്. അവളുടെ കാര്യം വല്ലതും പറഞ്ഞോണ്ട് വന്ന ജന്മം തന്നവരാണെന്നോ കൂടപ്പിറപ്പുകളാണെന്നോ ഒന്നും നോക്കില്ലേ രുദ്ര. ആരെങ്കി വീഴ്ത്തും ഞാൻ ഒക്കത്തിനെ. നിനക്ക് എന്താണ് രുദ്ര, പ്രാന്താണോ? അതെ, എനിക്ക് പ്രാന്താ. ഈ രുദ്രനാരാണെന്ന് ഇനി എല്ലാരും കാണാൻ പോന്നേ ഉള്ളൂ. അവളെ ഞാൻ വെറുതെ വിടില്ല. ആദിലക്ഷ്മി, എന്റെ ജീവിതം നശിപ്പിച്ച നായിന്റെ മോള്. രുദ്ര, നീ വേണ്ടാത്ത പണിക്കൊന്നും പോവരുത്. ചിറക്കൽ കുടുംബക്കാരത്ര മോശക്കാരൊന്നും അല്ല. തണ്ടും തടിയുള്ള രണ്ട് ആമ്പിള്ളേരുണ്ട് അവിടെ. നിങ്ങളെന്താ തളെ അപമാർക്ക് മുമ്പ് എന്നെ കൊച്ചാക്കി സംസാരിക്കുവാണോ? ഓലപ്പാമ്പ് കണ്ടാലൊന്നും ഈ രുദ്രം ഭയക്കത്തില്ല. ഞാൻ നിന്നെ കൊച്ചാക്കി സംസാരിച്ചൊന്നും അല്ല. ആണെന്നും പെട്ടെന്നും പറയാം നീ ഒരാളെ ഉള്ളു എനിക്ക്. നീ ഇങ്ങനെ കണ്ടവരുടെ മുമ്പിൽ തല്ലും അടിയും കൊണ്ട് ചാവുന്നത് കാണാൻ വയ്യാത്ത കൊണ്ടാ. അമ്മാവ, സമയം കിട്ടുമ്പോ പെങ്ങളോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് ഈ രുദ്രൻ ആരാണെന്ന്. നീ ഇതെങ്ങോട്ടാ? ഞാൻ പോകുന്നിടം എന്റെ അമ്മാവനോട് പറഞ്ഞിട്ട് പോണമെന്നുണ്ടോ? അമ്മാവൻ അമ്മാവന്റെ കാര്യം നോക്കിയാ മതി.
ഷേടാ ഇത് എന്തൊരു മഴയാ. ഇങ്ങനാണെങ്കി ഇക്കൊല്ലത്തോണവും വെള്ളത്തിലാവുമെന്ന് തോന്നുന്നു. ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇങ്ങനെയാ. എന്ത് നല്ല കാര്യം നടക്കുന്നോ ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരു ശകുനം പിടിച്ച മഴ കാണും. അമ്മയൊന്നും മിണ്ടാണ്ടിരുന്നേ, ഞാൻ ഈ മഴയൊന്ന് ആസ്വദിച്ചോട്ടെ. എത്ര നാളായിന്നറിയാവോ ഇങ്ങനെ ഒരു മഴ കണ്ടിട്ട്. ആഹാ, എന്താ രസം. എന്നാ കണ്ണേട്ടൻ അങ്ങോട്ട് ഇറങ്ങി നിക്ക്, അപ്പൊ അതിലും രസമായിരിക്കും. എന്നാ നീയും വാ, നമുക്ക് ഒരുമിച്ച് മഴ നനയാം. കുറുക്കുമൊഴി കുറുക്കണ കുറുമ്പി പെണ്ണേ കണ്ണേ കറുത്തുമിഴി ഇളകണതെന്തടി കള്ളി കരിങ്കള്ളി ചില്ലുടഞ്ഞ കണ്ണാടി കണ്ണിനുള്ളിൽ എന്താണ് തുടുത്തുവിങ്ങും നെഞ്ചത്തിൽ എടുത്തു വെച്ചതെന്താണ് എന്റെ ഈ സ്റ്റൈലല്ലേ സ്റ്റൈലിനൊത്തു ഫിഗറല്ലേ പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ. ഏട്ടത്തി എന്തോന്നിത്? ഇനി ഇവര് തമ്മിൽ. നീ ഒന്ന് ചുമ്മാതിരിക്കടി, അമ്മ കുഞ്ഞല്ലേ. ഓ പിന്നെ ഒരു കുഞ്ഞ്. എന്താണ് രണ്ടാളും ഇത്ര രഹസ്യം പറച്ചില്? അത് ഞങ്ങൾ അപ്പൂന്റെ കാര്യം പറഞ്ഞതാ. ഇന്ന് അവന് ഇങ്ങോട്ടേക്ക് കണ്ടില്ലല്ലോ. ഓ അതാണോ? ഏട്ടൻ എന്തോ വർക്കില്ല, എന്തോ അർജന്റ് കാര്യാന്നാ പറഞ്ഞേ. ചായ, ഇനി ചായ കുടിച്ചിട്ടാ ബാക്കിയൊക്കെ. ചായ മാത്രമേ ഉള്ളോ? തിന്നാനൊന്നും ഇല്ലേ? നീ വേണമെങ്കി ആ പൂച്ചനെ പിടിച്ച് തിന്നടി. ഓ കളിയാക്കണ്ട. ഒന്ന് അടങ്ങ് പെണ്ണേ, നിനക്ക് വേണ്ടി ഞാൻ പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന കണ്ണേട്ടാ? എന്റെ കല്ല് ചേച്ചിക്ക് എന്നോട് എന്ത് സ്നേഹമാണെന്ന് അറിയാമോ? ആ പറഞ്ഞത് സത്യവാ. കല്ലൂന് അമ്മൂന്ന് വെച്ച ജീവനാ. ഓ എന്റെ ഏട്ടനും അതുപോലെ തന്നെയാ. ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവളുമാരൊക്കെ. ദാ കഴിക്ക്. അമ്മു നിനക്ക് ഇനി വേണേ പറയണം കേട്ടോ, ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. കല്ലു ദാ ഈ ചായ കൊണ്ട് അപ്പൂന് കൊടുക്ക്. ഓ പിന്നെ എനിക്കെങ്ങും വയ്യ. ദേ പെണ്ണെ പറയുന്നത് കേക്ക്, എനിക്കെങ്ങും വയ്യ. ദേ ഇവനോട് വേണേ പറ കൊണ്ട് കൊടുക്കാൻ. നിനക്കെന്താടി, അവൻ ചായ കുടിക്കുന്ന കണ്ടില്ലേ? നീ കൊണ്ടുപോയി കൊടുത്താ മതി. ഇതെന്തൊരു കഷ്ടമാ, എനിക്കങ്ങ് വയ്യാന്ന് പറഞ്ഞില്ലേ. ദേ കല്ലു നീ വാങ്ങു കേട്ടോ, ഈ ചായ തണുക്കുന്നതിന് മുമ്പേ കൊണ്ട് കൊടുക്കടി. ഇതെന്തൊരു കഷ്ടമാ, ഇനി കൊണ്ടുവാ. ചായ. ഇവനെന്താ ചെവി കേൾക്കത്തില്ലേ? എടോ ദേ ചായ ഇരിക്കുന്നത്. എനിക്കറിയാവിടെ താങ്ങി കാണിക്കുന്നത് മനഃപൂർവ്വമാണെന്ന്. എടോ ചായ കുടിച്ചൊരു ഗ്ലാസ് കൊടുത്താ, എനിക്ക് പോണം. നോക്കി പേടിപ്പിക്കണ്ട. ദാ ഇത് പിടിക്ക്. ഒന്ന് അടങ്ങ് പെണ്ണേ, ഞാൻ വാങ്ങാം. ഇങ്ങ കൊണ്ടുവാ, ഇങ്ങതാടി. നല്ല ഊളച്ചായ. നീ ഇട്ടതാണോ? ഓ അത്ര ബുദ്ധിമുട്ടി താൻ കുടിക്കണ്ട, ഇങ്ങ കൊണ്ടുവാ. വേണ്ട വേണ്ട, നീ എന്തായാലും ഇവിടെ വരെ കൊണ്ടുവന്നതല്ലേ. ഇതാ ഗ്ലാസ്. ഏയ് കല്യാണി, എന്നെ വിടല്ലേ, എനിക്ക് പേടിയാ. പേടിക്കണ്ട.
കല്ലു ചേച്ചി. നിനക്കെന്തൊരു പറഞ്ഞ മനസ്സിലാവില്ലേ? എത്ര തവണ പറയണ എന്റെ റൂമിൽ വരരുതെന്ന്? എന്താടി നോക്കുന്നേ? എന്താടി ഇത്ര ചിരിക്കാൻ? നല്ല രസമുണ്ട് കാണാൻ. എന്ത്? കണ്ണേട്ടനെ കാണാൻ നല്ല രസമുണ്ട്. നീ പോയേ പോയേ പോയേ. സത്യമായിട്ടും ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? നീ ഇതെന്തൊക്കെയാ പറയുന്നത്? ഒന്ന് പോയേ. എന്തുവാ കണ്ണേട്ട, പ്ലീസ് ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? നിനക്കെന്തൊരു പ്രാന്താണോ? ഒന്ന് ഇറങ്ങി പോടി. ഇല്ല, ഞാൻ പോവില്ല. ഇന്നാ ഇത് വെച്ചോ. നോ. സ്വപ്നമായിരുന്നോ? എന്റെ ദൈവമേ, ഈ കുരുത്തം കെട്ടവൾ ഉറങ്ങിയാലും സമാധാനം തരില്ലല്ലോ. അയ്യേ, എന്നാലും എന്തൊരു സ്വപ്നമാണ് കണ്ടത്. ആഹാ, എഴുന്നേറ്റോ?